പുരാതന ക്ഷേത്രമാണ്. കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ പണ്ട് ചൊല്ലുവാൻ കള്ളം കപ്പൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവൻ്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല. ഒരു സംശയക്കാര്യത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല. UDF ഗവൺമെൻറ് നയതാണ്. ഈ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ റെയ്ഡിനോട് ഞങ്ങൾക്കൊന്നും യോജിപ്പൊന്നുമില്ല. EDയുടെ മാത്രമല്ല. നമസ്കാരം. ഇന്ന് കേരളത്തിലെമ്പാടും ചർച്ചയായിരിക്കുന്നത്, ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും ചർച്ചയായിരിക്കുന്നത്, മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ED അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സംഭവം തന്നെയാണ്. രാവിലെ 6 മണിക്ക് പിണറായി വിജയനെ വിളിച്ചുണർത്തി പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് തുടങ്ങിയ ED ഉദ്യോഗസ്ഥർ ഏതാണ്ട് 8 മണിക്കൂർ കഴിഞ്ഞാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി CPM പ്രവർത്തകർ വലിയ ഹർത്താലിന് സമാനമായ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു. പിണറായി വിജയൻ്റെ വീട്ടിൽ മകളെ ചോദ്യം ചെയ്ത ED അവരുടെ അന്വേഷണം പൂർത്തിയാക്കി റെയ്ഡ് പൂർത്തിയാക്കി പുറത്തേക്ക് പോകുമ്പോൾ അവർ സഞ്ചരിച്ച കാർ വരെ തല്ലിപ്പൊളിക്കുന്നു. ED ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇന്ന് കേരളത്തിൽ 12 ഇടങ്ങളിലായി, കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും 12 ഇടങ്ങളിലായി ഒരേ സമയത്ത് തന്നെ ED റെയ്ഡ് നടത്തുന്നു. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനി 1,72,00,000 രൂപ കൈപ്പറ്റിയത് യാതൊരു തരത്തിലുള്ള സേവനവും അവർക്ക് നൽകാതെയാണ്. അച്ഛൻ മുഖ്യമന്ത്രിയായതിൻ്റെ പേരിൽ മകൾ കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മകളുടെ പേരിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി കണ്ണിൽ കണ്ട എല്ലാ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി, അഴിമതി വാങ്ങി എന്നുള്ള കേസിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. അത് വീണ വിജയൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർണാടകത്തിലുള്ള എക്സാലോജിക്കിൻ്റെ ആസ്ഥാനത്തും EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായിലുള്ള വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. CMRL ഓഫീസുകളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം റെയ്ഡുകളെക്കുറിച്ച് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രിയായ K മുരളീധരൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ഈ EDയിൽ വലിയ പ്രതീക്ഷയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ED കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതൊരു നാടകം മാത്രം, ഇത് കഴിഞ്ഞു പോകട്ടെ, പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ അതേക്കുറിച്ച് മറുപടി പറയാമെന്നാണ് K മുരളീധരൻ വ്യക്തമാക്കിയത്. എന്തായാലും ED ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ റെയ്ഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെക്കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും വിട്ടുപറയാൻ K മുരളീധരൻ തയ്യാറായില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രജ്ഞത തന്നെയാണ്. മറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, വഴിയിൽ ഭയക്കുന്നവർ മടിയിൽ കനമുള്ള ആളുകൾ തന്നെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ മകൾ വീണയുടെ പേരിൽ നടത്തിയ അന്വേഷണത്തിൽ എന്തിനാണ് സംസ്ഥാന വ്യാപകമായി ഇത്രത്തോളം വലിയ പുകിലുകൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് K മുരളീധരനും ചോദിച്ചത്. പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ദേവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുവാൻ വേണ്ടി നടക്കുന്ന ആളുകൾ വിശ്വാസികളല്ല. അവർ ശബരിമലയിലായാലും അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ശബരിമലയിലെ ദേവൻ്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവൻ്റെയും എല്ലാം സ്വത്തുകൾ ദേവസ്വം മോഹിച്ച് തന്നെയാണ്, ദേവസ്വം സ്വത്ത് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും വരുന്നത്. ഇവർ ഭക്തന്മാരല്ല. അത്തരം ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ നിയമപരമായി നേരിടും എന്നുകൂടി K മുരളീധരൻ തുറന്നടിക്കുകയുണ്ടായി. പിണറായി വിജയൻ്റെ മകളുടെ കേസിനെ ആസ്പദമാക്കി പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് K മുരളീധരൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ റെയ്ഡിനോട് ഞങ്ങൾക്കൊന്നും യോജിപ്പൊന്നുമില്ല. EDയുടെ മാത്രമല്ല, ഈ ഒരു ആസ്ഥാനത്തുള്ള റെയ്ഡുമാണിപ്പോൾ. ഇത് റെയ്ഡ് നടത്തേണ്ട മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും വീടുകൾ റെയ്ഡ് നടത്തി. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറാത്തതെന്ന് ഇലക്ഷൻ കാലത്ത് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിനാരും ഇപ്പോഴാണോ റെയ്ഡ് ചെയ്യുന്നത്? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? ഇത് ഈ